റിപ്പോർട്ടർ ടി വി സംപ്രേഷണം ചെയ്ത കൊയിലാണ്ടി നഗരസഭയിൽ മഴ പെയ്ത് വെള്ളം കയറിയതോടെ പോകാനിടമില്ലാതായ 3 കുടുംബങ്ങളെയും തൊട്ടടുത്ത സ്കൂളിലേക്ക് മാറ്റാൻ തീരുമാനം. റിപ്പോർട്ടർ ബിഗ് ഇമ്പാക്ട്. സ്ഥലത്ത് നിന്ന് സാനിയ മുനോമിയുണ്ട്. സാനിയ മുനോമി, നമ്മൾ കൊടുത്ത വാർത്തയിൽ ഇപ്പോൾ ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ആ കുടുംബത്തിന് ഇന്ന് തലചായ്ക്കാൻ ഒരിടമായിട്ടുണ്ടല്ലേ സാനിയോ? ക്യാമ്പിലേക്ക് മാറ്റാനുള്ള തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അധികൃതരൊക്കെ ഇടപെട്ട് ക്യാമ്പിലേക്ക് മാറ്റിയാൽ സ്കൂളിലേക്ക് പോകാൻ തയ്യാറാണോ? സ്കൂളിലേക്ക് പോകാൻ തയ്യാറാണ്. ഇന്ന് ആ സമയത്ത് മാറി നിൽക്കും. അതെ, കാരണം മഴ നാളെ കുറയാണെങ്കിൽ നാളെ രാവിലെ വീട്ടിലേക്ക് അങ്ങ് പോകും. കുഴപ്പമുണ്ടാവില്ല. ഇല്ല. എത്ര പേരാണ് സ്കൂളിലേക്ക് മാറുക? അങ്ങനെയാണെങ്കിൽ സ്കൂളിലേക്ക് ഇപ്പോൾ 8 പേര്. 8 പേര്. ബാക്കി നിങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ എവിടെയുള്ളത്? കുടുംബങ്ങൾ എന്ന് വെച്ചാൽ ചില വീട്ടുകാരങ്ങ് ദൂരെയൊക്കെ മാറിയിരുന്ന മഴ പെയ്തപ്പോൾ 1-2 വീട്ടുകാരങ്ങ് ദൂരെ താമസിക്കുന്നതാണ്. ബാക്കി എല്ലാവരും അങ്ങോട്ട് പോകാൻ ഇല്ലാത്ത സ്ഥലം ഇല്ലാത്ത ആളുകളൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ 8 പേര് ഇപ്പോൾ പോകാൻ തയ്യാറാണ്. അതെ, അതാണ് അരുൺ, അവർ പോകാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. നാളെ ഇപ്പോൾ സ്കൂളിലേക്ക് പോകാൻ തയ്യാറാണ്. നാളെ ഇപ്പോൾ മഴ പെയ്യുകയാണ് എങ്കിൽ വീണ്ടും മാറ്റേണ്ടി വരും എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. ഏതായാലും അവർ സ്കൂളിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ നമ്മളോട് പറയുന്നത്. നമ്മുടെ ഇമ്പാക്റ്റായി മാറി കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സന്തോഷം. കാരണം ഈ രാത്രിയെങ്കിലും അവർ കണ്ണിൽ കാഴ്ചയില്ലാത്ത കുറച്ച് മനുഷ്യരുണ്ട്. പ്രൈമറി മനുഷ്യരാണ്. ഒരുപാട് ദൂരെയുള്ള ഒരു സ്കൂളിലാണ് അവർക്ക് ദുരിതാശ്വാസ ക്യാമ്പ് പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ പോകില്ല എന്ന് പറഞ്ഞ് കൊയിലാണ്ടി നഗരസഭയിൽ വന്ന് പ്രതിഷേധിച്ചത്. സാനിയ മുനോമിയ വാർത്തയാക്കിയതോടുകൂടി ഇപ്പോൾ അവർക്ക് തൊട്ടടുത്തുള്ള സ്കൂളിൽ ഒരു അവസരം ഒരുങ്ങിയിരിക്കുകയാണ്.